ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാരെ കിച്ചണിൽ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്കതെങ്ങനെ പെട്ടെന്ന് ഒരുപാട് ടൈമൊന്നും ചിലവാക്കാണ്ട് നമുക്ക് എങ്ങനെ തീർക്കാമെന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കണ്ട അപ്പം തന്നെ ലൈക്ക് ചെയ്യാട്ടെ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ അച്ചാറിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞെടുക്കണം. അപ്പോൾ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് തൊണ്ട് കളയാനുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാട്ടോ. അപ്പോൾ ഞാൻ ആ മോൾ ഭാഗത്തുള്ള റഫായിട്ടുള്ള ആ ഒരു തൊലികളൊക്കെ ഞാൻ ഒന്ന് മാറ്റിയതാണ് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എല്ലാ വെളുത്തുള്ളിയും നമുക്ക് വേണ്ട അത്രയും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വെളുത്തുള്ളിയിലേക്ക് കുറച്ച് ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഇനി വെളിച്ചെണ്ണ ആയാലും മതി, കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കുക ആ ഒരു വെളുത്തുള്ളിയിലേക്ക്. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും വെളുത്തുള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു ഒരു ദിവസം നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ആ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. മാക്സിമം നന്നായിട്ട് ചൂടാവണം. വെയിലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം മതിയാകും. ഞാനിപ്പോൾ ഇതാ ഒരു ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ എടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് വീണ്ടും ഒന്ന് തിരുമ്പി കൊടുക്കുക. അപ്പോൾ തന്നെ ഇതാ പരമാവധി വെളുത്തുള്ളിയുടെ ആ ഒരു തൊണ്ടൊക്കെ ഇതാ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു അറ്റത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ പയ്യനെ ഒന്ന് കത്തിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒന്നിങ്ങനെ വിടിയിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തൊലിയൊക്കെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് വേണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി ഇതേപോലെ നമുക്ക് കളഞ്ഞെടുക്കാട്ടത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആ ഒരു വെളുത്തുള്ളിമേന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു തോലൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നെക്സ്റ്റ് ഞാനൊരു തേങ്ങമുറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തേങ്ങമുറി ഇപ്പം നമ്മൾ ചിരകാണ്ടൊക്കെ തേങ്ങമുറി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മഞ്ഞ കളറ് വരാനും ഒരു പൂപ്പൽ പോലത്തെ ഒരു സംഭവമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നമ്മുടെ ആ ഒരു തേങ്ങമുറിയിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് ചീത്തയായി പോകില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഗ്ലാസ് ബോട്ടിലുകൾ, ഇപ്പോൾ ന്യൂട്ടെല്ലയുടെ ഒരു ബോട്ടിലാണ് കേട്ടോ. അതേപോലെ പലതും നമ്മൾ വാങ്ങുമ്പോൾ ഇതേപോലത്തെ നല്ല ഗ്ലാസ് ബോട്ടിലുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പാടാണ് ഇതേപോലെ നല്ലൊരു പേപ്പറൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്തിൻ്റെ പ്രൊഡക്റ്റാണ് വാങ്ങുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അത് ഈസി ആയിട്ടൊരു നമുക്ക് ഇങ്ങനെ ഒലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഒരു ഫിനിഷിങ്ങിൽ നമുക്കത് ഒലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് ഒലിച്ചെടുക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ആ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കട്ടിയുള്ള ഗ്ലാസ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊട്ടി പോണതൊക്കെയാണ്, കനം കുറഞ്ഞതാണെങ്കിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ പയ്യനെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കതിങ്ങനെ റിമൂവ് ആയിട്ട് കിട്ടും. എന്നിട്ട് സാധാ പച്ചവെള്ളത്തിൽ ആ ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അത് ഒരു സവാളയാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള സവാള. ഞാനൊന്ന് കനം കുറച്ചിട്ട് ഒരേ കട്ടിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നുമില്ലാണ്ട് ഈ ഒരു സവാള നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് പല ആവശ്യത്തിനും സവാള ഇതേപോലെ ഫ്രൈ ചെയ്തത് ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് ഇതേ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ കറിയിലേക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓയിലൊന്നും കൂട്ടാൻ പറ്റാത്തൊരു കൊളസ്ട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിതാ ഒരു അരക്കപ്പോളം റവ ഞാനൊരു പാത്രത്തിൽ
പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓണാക്കി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സവാള ഇട്ട് കൊടുത്ത് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു തുള്ളി ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ഇല്ലാണ്ട് നമുക്കിത് സവാള അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി എല്ലാം ഒരേപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആ ഒരു റവയിൽ നിന്ന് നമുക്ക് ആ ഒരു സവാള സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ, അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ആ ഒരു റവ ഒന്നും ആവാണ്ട് ആ ഒരു സവാള മാത്രമായിട്ട് നമുക്കത് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ചിക്കൻ കറിയിലേക്കൊക്കെ ചില ടൈമിൽ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് മുകളിൽ കറിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, ടേസ്റ്റൊക്കെ കുറച്ചും കൂടെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ഇതേപോലെ സവാള നമുക്ക് ഓയിലൊന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കൊളസ്ട്രോളും അങ്ങനെയുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൗണ്ടും കൂടെ നിങ്ങൾ കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സവാള നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നെക്സ്റ്റ് ഞാൻ പുതിയ 2 മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാൻ പറ്റിയതും അതേപോലെ തന്നെ മോര് ഇറച്ചിക്കറിയൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് അങ്ങനത്തെ 2 മൺചട്ടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ മയക്കി എടുക്കുക, നല്ല അടിയിലൊന്നും പിടിക്കാണ്ട് ഒരുപാട് നാൾ മൺചട്ടി നമുക്ക് എങ്ങനെ മയക്കി സൂക്ഷിക്കാമെന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ മൺചട്ടി ഞാൻ ഒരു ദിവസം ഒന്ന് ഒരു സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആ മൺചട്ടി നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല കുറേ നാൾ പൊട്ടാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു ദിവസം ഞാൻ മൊത്തത്തിൽ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായി. എന്നിട്ട് പിറ്റേന്ന് ഞാനെടുത്ത് ഒന്നും കൂടെ ഒന്ന് കഴുകി അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് മയക്കണേന്ന് കാണിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ കാണിക്കുമ്പോൾ നല്ല ലെങ്ത് ആയിപ്പോവും വീഡിയോ. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ മീൻ കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഞാനിതാ ഇതേപോലെ നമ്മൾ സാധാ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ എപ്പോഴും മൺചട്ടി നമ്മൾ ആദ്യമായിട്ട് ഫ്ലെയിമിൽ വെക്കുമ്പോൾ തീയിൽ വെക്കുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ മൺചട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ടതുണ്ടെങ്കിൽ മൺചട്ടിക്ക് പെട്ടെന്ന് വിള്ളൽ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് കഞ്ഞിവെള്ളം ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിത് ആ ഒരു കഞ്ഞിയുടെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കഴുകിയെടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കഴുകിയെടുക്കുക കേട്ടോ. ചൂടോട് കൂടിയിട്ട് മൺചട്ടിയിലേക്ക് തണുത്ത വെള്ളം കൊണ്ടുപോയി ഒഴിക്കരുത്. അപ്പോൾ ചൂടാറിയ ശേഷം ഞാനിത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം 1 ടീസ്പൂണൊക്കെ ഉണ്ടാകും. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിരകിയ തേങ്ങ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പകുതി സവാള എടുത്തിട്ട് കനം കുറച്ചിട്ട് അതരിഞ്ഞ് അതിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് തീ വീണ്ടും നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് ഈ ഒരു തേങ്ങ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ മുകളിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നിങ്ങളൊരു സ്പാച്ചുല വെച്ച് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൺചട്ടിയുടെ ആ ഒരു മണ്ണിൻ്റെ സ്മെല്ലും ഒക്കെ മാറി മൺചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ്. ഒന്നില്ലെങ്കിൽ തേങ്ങ ഉപയോഗിക്കുക നിങ്ങൾക്ക്, അല്ലെങ്കിൽ സവാള, അല്ലെങ്കിൽ മുട്ട. അപ്പോൾ ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ചട്ടി ഒന്ന് മയക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു തേങ്ങയൊക്കെ മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുകിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല അടിയൊക്കെ നല്ല മിനുസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് എപ്പോഴാണോ നമ്മൾ മീൻ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു ടൈമിലാകുമ്പോൾ ഞാൻ ഇത് സോപ്പിട്ട് കഴുകരുതിട്ടാ, എന്തെങ്കിലും കടലപ്പൊടി അല്ലെങ്കിൽ മൈദയോ ഗോതമ്പൊടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് മീൻ കറി വെക്കാൻ നേരത്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ അതേപോലെ തന്നെ വെക്കും. മൺചട്ടി കഴുകാണ്ട് തന്നെ ഒരു വെളിച്ചെണ്ണയോട് കൂടിയിട്ട് തന്നെ വെക്കാം കേട്ടോ നമുക്ക്.
ഇനി നെക്സ്റ്റ് ഡിപ്പ് ഞാനിതാ നമ്മളിപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു പച്ച ചക്ക കിട്ടിയിട്ട് അത് കട്ട് ചെയ്തതാണ് ഇട്ടത്. കത്തി മൊത്തം വെളിഞ്ഞീനാണ്, ഈ ഒരു പശ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണല്ലേ. എന്നാൽ നല്ല ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതിനായിട്ട് ഇതാ നമുക്ക് ഏതൊക്കെ കത്തിയിലാണോ വെളിഞ്ഞീനായിട്ടുള്ളത് ആ കത്തിയൊക്കെ എടുക്കുക. എന്നിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതേപോലെ മുകളിൽ ആ ഒരു വെളിഞ്ഞീനായ ഭാഗം ഇതേപോലെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചക്ക വെളിഞ്ഞീന് പെട്ടെന്ന് ഉരുകി കിട്ടും. അപ്പോൾ നമുക്കതിങ്ങനെ ഒരു പഴയൊരു ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതാ അതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. എന്തെങ്കിലും കളയാനുള്ള തുണി എന്തെങ്കിലും എടുക്കുക കേട്ടോ. നല്ല തുണിയൊന്നും എടുക്കരുത്. അപ്പോൾ അതേപോലെ നന്നായിട്ട് ഇതേപോലെ ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് കൈ ഇത് ഒന്ന് തുടച്ചു കൊടുക്കാട്ടെ. അപ്പോൾ തന്നെ നല്ല സിമ്പിളായിട്ട് ആ ഒരു വെളിഞ്ഞി ക്ലീനായിട്ട് വന്നത് നമുക്ക് കാണാം. ഇത് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് യൂസ് ആക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇതാ കുറച്ച് ഒന്ന് ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് തീ കുറച്ച് വെക്കാട്ടെ. കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ചക്ക വെളിഞ്ഞിനായ ഭാഗമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ചൂടാക്കിയ ശേഷം ഇതേപോലെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കത്തി ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയപ്പോൾ രണ്ടാമത്തെ കത്തിയും ഇതേപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പിടിയൊക്കെ ഉള്ള കത്തിയാണെങ്കിൽ നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് സൂക്ഷിച്ച് നമ്മളതൊന്ന് ചൂടാക്കി എടുക്കുക. കാരണം നമ്മുടെ കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തീ കുറച്ച് വെച്ച് പിടിച്ചിട്ട് നമുക്കിത് ഇതേപോലെ ചൂടാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.